കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ ഒരു പുത്തൻ പ്രഖ്യാപനം മുന്നോട്ട് വച്ചത്. സൗദി അറേബ്യയിൽ സന്ദർശനം നടത്താൻ ഇനി പേഴ്സണൽ വിസയും എന്ന ആശയമാണ്, അതായത് ഒരു പ്രഖ്യാപനമാണ് സൗദി അറേബ്യ മുന്നോട്ട് വച്ചത്. അങ്ങനെ പുതിയ വിസ സംബന്ധിച്ച് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. സൗദിയിലേക്ക് കൂടുതൽ വിദേശികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പ്രഖ്യാപനം മുന്നോട്ട് വച്ചത്. സൗദി പൗരന്മാർക്ക് അവരുടെ വിദേശികളായ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഈ വിസയുടെ അടിസ്ഥാനത്തിൽ സൗദിയിൽ കൊണ്ടുവരാവുന്നതാണ്. വിസ അനുവദിക്കുന്നതിനുള്ള നടപടികളും വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. സൗദിയിലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. പുതിയ വിസ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. പേഴ്സണൽ വിസ എടുത്ത വ്യക്തിക്ക് ഉംറ നിർവഹിക്കാൻ മക്കയിലെത്താം. മദീനയിൽ പ്രവാചകന്റെ പള്ളിയും സന്ദർശിക്കാം. മതപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനും തടസ്സമുണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. വിസയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് വഴി പേഴ്സണൽ വിസയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സൗദി പൗരന്മാർക്ക് അവരുടെ വിദേശത്തുള്ള സുഹൃത്തുക്കളെയും അവരുടെ പരിചയക്കാരെയും സൗദിയിലേക്ക് ക്ഷണിക്കാൻ പേഴ്സണൽ വിസ മതിയാകും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ വിസ പ്ലാറ്റ്ഫോം വഴി അപേക്ഷ നൽകാം. സൗദിയിൽ എത്തുന്ന സുഹൃത്തിന്റെ വിവരങ്ങൾ വെബ്സൈറ്റിലെ ഫോമിൽ പൂരിപ്പിച്ച് നൽകണം. ശേഷം വിസ പ്രോസസ് ആരംഭിക്കും. പേഴ്സണൽ വിസിറ്റ് വിസ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യും. പിന്നീട് വിസയുടെ സ്റ്റാറ്റസ് അറിയാൻ വെബ്സൈറ്റിൽ സൗകര്യമുണ്ട്. ഫീസും ആരോഗ്യ ഇൻഷുറൻസ് തുകയും അടയ്ക്കേണ്ടി വരും. ശേഷം സൗദി എംബസിയിലോ കോൺസുലേറ്റിലോ അപേക്ഷയും പാസ്പോർട്ടും സമർപ്പിക്കണം. വിസ സ്റ്റാമ്പിംഗ് കഴിഞ്ഞാൽ ഏത് മാർഗവും സൗദിയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. വിസ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വിസ പ്ലാറ്റ്ഫോമിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എൻക്വയറി ഐക്കൺ സെലക്ട് ചെയ്താൽ ഇവ കാണുവാൻ സാധിക്കും. വിസ നടപടികൾ എവിടെ എത്തിയെന്ന് ഇതുവഴി അറിയാനും സാധിക്കും. സൗദിയിലേക്ക് കൂടുതൽ വിദേശികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വിസ അനുവദിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും വിനോദസഞ്ചാര മേഖലയിൽ പുത്തനുണർവ് സൗദി പ്രതീക്ഷിക്കുന്നുണ്ട്. സൗദി അറേബ്യ കൂടുതൽ വരുമാന മാർഗങ്ങൾ തേടുകയാണ്. ടൂറിസം മേഖലയ്ക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. വിദേശികൾക്ക് ആകർഷണം നൽകുന്ന ഒട്ടേറെ മതപരവും ചരിത്രപരവുമായ സ്ഥലങ്ങൾ സൗദിയിൽ കാണുവാൻ സാധിക്കും. ഇതുവഴി സ്വദേശികൾക്ക് കൂടുതൽ ജോലി അവസരം ഒരുങ്ങുമെന്നും പ്രതീക്ഷിക്കുകയാണ് അധികൃതർ. അങ്ങനെ വിദേശികളെ ആകർഷിക്കാനാണ് ഈ പദ്ധതി എന്നതിനാൽ തന്നെ വിദേശ ഭാഷ അറിയുന്നവർക്കും ജോലിക്ക് അവസരം ലഭിക്കുന്നതാണ്. അതേസമയം ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന് വേദിയാകാൻ സൗദി അറേബ്യ നീക്കം നടത്തുന്നതായുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തുവന്നത്. ഖത്തറിൽ ലോകകപ്പ് മത്സരം നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വാർത്ത എന്നതും ശ്രദ്ധേയം. 2030 നടക്കാനിരിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനാണ് സൗദി അറേബ്യ വേദിയാകാൻ ശ്രമിക്കുന്നതെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു. ഈജിപ്ത്, ഗ്രീസ് എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ച് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകാനാണ് സൗദി അറേബ്യ ആലോചിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 രാജ്യങ്ങളും ചേർന്ന് മുതൽ മുടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദി അറേബ്യയ്ക്ക് ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ വേദിയാക്കാൻ അവസരം ലഭിച്ചാൽ കൂറ്റൻ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമെന്നും ആരാധകർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അൽ ഖത്തീബ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം.